നമസ്കാരം, എല്ലാവർക്കും സതേൺ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സതേൺ മെനുവിലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റവ ലഡു ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ റവ ലഡു പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പഞ്ചസാര സിറപ്പ് തയ്യാറാക്കിയിട്ട് ചെയ്യാറുണ്ട്, അതല്ലാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സിറപ്പ് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല, അല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതി നോക്കാം. അപ്പോൾ നമുക്ക് ഈ റവ ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1/2 മുതൽ 1/4 കപ്പ് വരെ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഏലക്ക പൊടിയായിട്ടുണ്ടെങ്കിൽ നേരിട്ട് ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാൻ മുഴുവൻ ഏലക്കായ എടുത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. ഞാൻ ചെറിയ തരികളോട് കൂടിയിട്ടുള്ള റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 പിടി കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് വേണം. അപ്പോൾ ഏകദേശം 1 ഗ്ലാസ് പാല്, അതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് പാല് മതിയാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ 1 ഗ്ലാസ് പാല് ഞാൻ ചൂടാക്കാൻ വെക്കുവാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് പാല് വേണം. അതുകൊണ്ട് സൈഡിൽ ചെറിയ തീയിലിട്ടിട്ട് ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് റവയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കാഷ്യൂനട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ നെയ്യിൽ. അപ്പോൾ നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം, ബാദാമൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കിസ്മിസും ചേർക്കാവുന്നതാണ്. അപ്പോൾ അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് റവ ചേർക്കുവാണ്. അപ്പോൾ റവ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നെയ്യിലൊക്കെ കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും, മൂത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഒന്ന് റവ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. വലിയ തരികളോട് കൂടിയിട്ടുള്ള റവയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇത് നോക്കിക്കാൻ റവ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ ഒന്ന് മുഴുവനായിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒരുപാടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗളിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കായും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർക്കുവാണ്. നമ്മുടെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. 1 നുള്ളു മതിയാവും. അതേപോലെ തന്നെ ഞാൻ റവ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും പൊടിച്ചെടുക്കരുത് കേട്ടോ റവ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുവാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാലൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പാലിന് പകരം നമുക്ക് നെയ്യ് കൂടി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ കുറേ നാൾ കൂടി കേടുകൂടാതെ നിൽക്കും. അപ്പോൾ പാലൊഴിക്കുന്ന സമയത്ത് പാല് നല്ല ചൂടോട് കൂടി തന്നെ വേണം. അതേപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ലഡു കുഴച്ചെടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കരുത് കേട്ടോ, കുഴഞ്ഞു പോവും ആ റവയൊക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള നനവ് മതിയാവും. അപ്പോൾ അത് നോക്കിക്കാൻ ഞാൻ റവയും എല്ലാം കൂടെ പാലൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ റവ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഫോഴ്സ് കൊടുത്തിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നെയ്യ് ഒഴിക്കുന്ന സമയത്ത് ഈ റവ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫൈനായിട്ടുള്ള റവ ലഡു നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന റവ ലഡു ആണ്. അപ്പോൾ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ചൂടോട് കൂടി തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണോ പാലൊഴിച്ചിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചൂടോട് കൂടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ലഡു ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് നോക്കിക്കേ, ഞാൻ ബാക്കിയുള്ള എല്ലാ ലഡുവും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലെടുത്തപ്പോൾ എനിക്ക് ഏകദേശം 7 റവ ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ പ്രോസസ്സും കഴിയും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ.